Good afternoon, sir. Yes, Shabina, good afternoon. Good afternoon, sir. Okay, Lishmi Mohan, good afternoon. Anna, good afternoon. Good afternoon, sir. Okay, Anu, good afternoon. Yes, മഴയെല്ലാമായിരിക്കും അല്ലേ? ശുഷ്കമായ ജലസിക്കലൊക്കെ സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കും അല്ലേ? Okay, Lakshmi. Yes. Yes. Okay, നമുക്ക് ആരംഭിക്കാം. It will start. Okay, Lakshmi. Okay. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓക്കെ ഷാബിന നമ്മൾ ടെൻസിനെ കുറിച്ച് പറഞ്ഞു. ആ ടെൻസിന്റെ പേര് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ആയിരുന്നു. ആ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു. ആദ്യം നമ്മൾ സബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേർ എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം. അതിന്റെ കൂടെ ഒരു ing കൂടി ചേർക്കണം. അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ അതിന്റെ മീനിങ് വരുന്നത് ആയിരുന്നു എന്നാണ്. ഞാൻ പോവുകയായിരുന്നു, ഐ വാസ് ഗോയിങ്. ഞാൻ ഉറങ്ങുകയായിരുന്നു, ഐ വാസ് സ്ലീപ്പിംഗ്. നിങ്ങൾ വായിക്കുകയായിരുന്നു, യു വേർ റീഡിങ്. നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു, യു വേർ കുക്കിംഗ്. കണ്ടോ? അങ്ങനെ വരും. ഇനി അതിന്റെ തന്നെ നെഗറ്റീവ് വാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഈ വാചകത്തിന്റെ കൂടെ അതായത് വാസ് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞിട്ട് ഒരു നോട്ട് എന്ന് കൂടി ചേർത്താൽ ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. അത് എന്നിട്ട് മാറുന്നു, ഒരു ചോദ്യമായിട്ട് മാറും, നെഗറ്റീവ് വാചകമായിട്ട് മാറും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കി. ഐ വാസ് നോട്ട് റീഡിങ്, യു ആർ നോട്ട് ലുക്കിംഗ്, ഷീ വാസ് നോട്ട് ടീച്ചിങ്. ഓക്കെ, അപ്പൊ വാസ് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കുമ്പോൾ അത് ഒരു നെഗറ്റീവ് വാചകമായിട്ട് മാറും. ഇതുകൂടിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിന്റെ തന്നെ ക്വസ്റ്റ്യൻ മോഡലുള്ള അല്ലെങ്കിൽ ഇന്ററോഗേറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ചാണ്. അവൾ പഠിക്കുകയായിരുന്നു, നിങ്ങൾ വരികയായിരുന്നു, നിങ്ങൾ എന്നെ വിളിക്കുകയായിരുന്നു. അങ്ങനെ ആയിരുന്നോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേറെ. ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഇത് ആദ്യം പറയും. അപ്പൊ അത് എന്തായിട്ട് മാറുന്നു? അത് ചോദ്യമായിട്ട് മാറുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 2-3 എക്സാമ്പിൾസ് അതിനകത്ത് നോക്കാം. വേർ യു ലിസണിങ് മീ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുകയായിരുന്നോ? വേർ യു റീഡിങ് ദ നോവൽ, നിങ്ങൾ നോവൽ വായിക്കുകയായിരുന്നു. വാസ് ഹി സ്വിമ്മിങ്, അവൻ നീന്തുകയായിരുന്നു. വാസ് ഹി ഒബ്സർവിങ് യു, അവൻ നിങ്ങളെ നിരീക്ഷിക്കുകയായിരുന്നു. ആയിരുന്നോ? ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ചോദ്യമാണ്. അപ്പൊ വാസ് അല്ലെങ്കിൽ വേറെ ആദ്യം പറയുമ്പോൾ അത് ആയിരുന്നോ എന്ന് പറയുന്ന ഒരു ചോദ്യമായിട്ട് അത് മാറുകയും ക്വസ്റ്റ്യൻ, അതൊരു ചോദ്യമായിട്ട് മാറും. ഓക്കെ, ഇനി നിങ്ങൾക്ക് 2-3 വാചകങ്ങൾ പറയാം. വാസ് അല്ലെങ്കിൽ വേറെ ആദ്യം വരുന്ന രീതിയിലുള്ള 1-2 വാചകങ്ങൾ പറയാം. യെസ്, ലക്ഷ്മി മോഹൻ പറഞ്ഞോളൂ. വാസ് അല്ലെങ്കിൽ വേറെ ആദ്യം വരുന്ന 1-2 വാചകങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ സുഹൃത്തിനോട് ചോദിക്കാൻ പറ്റുന്ന 1-2 വാചകം. Dancing. വേർ യു ഡാൻസിങ്, കറക്റ്റ് ആണ്. വേർ യു ഡാൻസിങ്. പിന്നെ
Where he is singing. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഹീ അല്ലേ സബ്ജക്റ്റ് അതിനകത്ത് വന്നേക്കണേ. That. അപ്പൊ വേറെ വരൂല, അവിടെ വാസ് വരുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചോളാം, വാസ് ഉപയോഗിക്കണോ വേറെ ആദ്യം ഉപയോഗിക്കണോ എന്നുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കുക. ഇവിടെ ഇപ്പൊ സാധാരണഗതിയിൽ പറയണ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഹി വാസ് സിംഗിങ് കറക്റ്റ് ആണ്. അതിന്റെ തന്നെ നെഗറ്റീവാണ് നമ്മൾ പറയുന്നത്. അപ്പൊ വാസ് ഹി സിംഗിങ് ആണ്. ഓക്കെ, കണ്ടില്ലേ? Was he? കേട്ടില്ലേ? Okay. ഓക്കെ, ഹി വാസ്, ഹീയുടെ കൂടെ വാസ് ഹീയുടെ കൂടെ വരുള്ളൂ. Was he playing? ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. ഓക്കെ ലക്ഷ്മി, 1 minute. വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലായിരുന്നു, വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലായിരുന്നു. യെസ്, ഐയുടെ കൂടെ വാസ് വരും. ഐ വാസ്, ഷീ വാസ്, ഹി വാസ്, സിംഗുലർ ഒരെണ്ണം വിളിക്കും, അത്രയും കൂടെ വാസ് വരും. ബാക്കിയുള്ള എല്ലാത്തിനും കൂടെ വേറാണ്. ഏതൊക്കെയാണ്? യുവർ, ദേവർ, വീവർ, പിന്നെ പ്ലൂരൽ. അപ്പൊ ഇതിനകത്ത് ഒരു എക്സെപ്ഷൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അതിന്റെ കൂടെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം വാസിന് പകരം വേറെ വരും. ആ സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺറിയൽ കണ്ടീഷൻ, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യത്തെ കുറിച്ച് പറയുമ്പോഴാണ് അത് വരുന്നത്. അപ്പൊ നമ്മളതിന്റെ എക്സാമ്പിൾ പറഞ്ഞു, ഇഫ് ഐ വെർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ. അത് ഒരിക്കലും അത് സംഭവിക്കാത്ത കാര്യം. യെസ്, ഓക്കെ ലക്ഷ്മി കണ്ടിന്യൂ. Rashmi, continue. Yes. Anumole. Anumol K. Anumol. Yes. Anumol വരുമെന്ന് വിചാരിക്കാം. ഷാബിന. Yes, sir. Okay, very good, ഷാബിന. ഷാബിന പിന്നെ റെസ്പോണ്ടിങ് ആണ്. ഷാബിന, വാസ് അല്ലെങ്കിൽ വേറെ ആദ്യം വരുന്ന രീതിയുള്ള 2-3 വാചകം പറഞ്ഞ്. Were you eating? Were you eating? Was she walking? Was she walking? Correct. Were you sleeping? Were you sleeping? Was he dressing? Was he dressing? That's enough, sir. Oh, very good, very good. All correct. Very good, very good. Okay. Shabina, correct. And very good, very good. Ashwini Adarsh. Ashwini. Yes. Hello, sir. Okay. Hello, Ashwini. How are you? Fine, sir. Very good, very good. Okay, Ashwini. Was അല്ലെങ്കിൽ വേറെ ആദ്യം വരുന്ന രീതിയിലുള്ള ഒരു 2-3 വാചകം പറഞ്ഞു. Was she late? Was he late? Correct ആണ്, നല്ല വായിച്ചത്. Was he late? അവർ താമസിച്ചു. Were she sleeping? ഇന്ന് പോയി. ഷീ വരുമ്പോ അതിനകത്ത് വേറെ എങ്ങനെ? Was she sleeping? Correct ആണ്. Were she coming? ഒന്നുകൂടി ശ്രദ്ധിക്കേ. Was she coming? Was she coming? She was coming എന്നുള്ള സെന്റൻസ് നമ്മൾ ക്വസ്റ്റ്യൻ ആക്കാനായിട്ട് വാസ് എടുത്ത് ഫ്രണ്ടിലോട്ട് ഇടുന്നു. Was she coming? അടുത്തത്. Where? Okay. Yes. Okay. Very good. Okay. അപ്പൊ അതാണ് ഷാബിന ചെറിയ മിസ്റ്റേക്ക് അതിനകത്തുണ്ട്. ഷീ അല്ലേ അതിനകത്ത് ഉപയോഗിക്കുന്ന സബ്ജക്റ്റ്. അപ്പൊ വേറെ വരൂല. ഷീയുടെ കൂടെ എന്താ വരുള്ളൂ? വാസ വരുള്ളൂ. വാസ് ഷീ. ഓക്കെ. എപ്പോഴും അത് ശ്രദ്ധിച്ചോളണം, അത് മാറിപ്പോകരുത്. ഓക്കെ, നമ്മൾ വാസം ഉപയോഗിക്കണോ വേറെ ഉപയോഗിക്കണോ എന്നുള്ളത് സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കുകയാണ്. ഒരു ചോദ്യമായതുകൊണ്ട് ആദ്യം നമ്മൾ വാസം വേറെ പറയും. പിന്നെ ഈ വേറെ ഈ ഷീ ഹി അങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോ വാസ് ഉപയോഗിക്കും. അപ്പൊ വേറെ ഏതൊക്കെ വേർഡ്സിന്റെ കൂടെ ആയിരിക്കും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്?
യുടെ കൂടെ വേറെ വരും ദേ. വിയുടെ കൂടെ വേറെ വരും വി. യുവിന്റെ കൂടെ വേറെ വരും യു. ഇനി ഓക്കെ റിമോൺ. പിന്നെ വരുന്നത് പ്ലൂരൽ, ബോയ്സ്, ഗേൾസ്. അപ്പൊ അങ്ങനെ വരുമ്പോ വേറെ. നേരെ മറിച്ച് ബോയ്, ഗേൾ എന്നാണെങ്കിൽ പോസിബിൾ. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ആ ടെൻസ് അങ്ങോട്ട് ഓക്കെ, അപ്പൊ ആ ടെൻസ് ഞാൻ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇനി നമ്മൾ അടുത്ത ഒരു ടെൻസിലേക്ക് നമ്മൾ പോവുകയാണ്. വി ആർ എൻറ്ററിംഗ് ഇൻടു എ ന്യൂ ടെൻസ്. ആ ടെൻസിന്റെ പേരാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അപ്പോ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എഴുതണമെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വില്ല് അല്ലെങ്കിൽ ഷാൽ, ഐദർ വിൽ ഓർ ഷാൽ. അത് കഴിഞ്ഞതിന് ശേഷം ബി, ബി, അതിന്റെ കൂടെ വെർബ്, അതിന്റെ കൂടെ ഐഎൻജി. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഐഎൻജി. അതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ വാസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആയിരുന്നു, ഈസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആകുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉള്ള വേർഡാണ് വിൽ ബി അല്ലെങ്കിൽ ഷാൽ ബി. ഇതിന്റെ അർത്ഥം ആയിരിക്കും എന്നാണ്. ആയിരിക്കും. ഓക്കെ, ഐ വിൽ ബി വർക്കിംഗ് ഇൻ എ ഹോസ്പിറ്റൽ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം ഞാനൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയായിരിക്കും. ഐ വിൽ ബി വർക്കിംഗ് ഇൻ എ ബാങ്ക് നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്യുകയായിരിക്കും. യെസ്, ഭാവിയിൽ അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, അതായിരിക്കും, ഇതായിരിക്കും എന്ന് പറയുമ്പോഴാണ് ഈ വിൽ ബി എന്ന് പറഞ്ഞ സ്ഥലത്ത് അനുശാലി. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ ഒരു ബി, വെർബ്, അതിന്റെ കൂടെ ഇത് വേണം, ഒരു ഐച്ച് കൂടി വേണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ കുറിച്ച് വെച്ചോ, വിൽ ബി എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ആയിരിക്കും. വിൽ ബി മീൻസ് ആയിരിക്കും. യെസ്, ഓക്കെ. ടുമോറോ ഐ വിൽ ബി ഇൻ മദ്രാസ്. നാളെ ഞാൻ മദ്രാസിലായിരിക്കും, അങ്ങനെ പറയാം. ടുമോറോ ഐ വിൽ ബി ഇൻ തിയേറ്റർ. നാളെ സിനിമ തിയേറ്ററിലായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് വിൽ ബി മീൻസ് ആയിരിക്കും. ഓക്കെ. ടിൻഡോ തോമസ്. ഓക്കെ, ടിൻഡോ തോമസ്, വിൽ ബി വരുന്ന 2-3 വാക്യങ്ങൾ പറഞ്ഞു. ഭാവിയിൽ എന്തെങ്കിലും കാര്യം, ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ അടുത്ത മാസത്തേക്കോ പ്ലാനിങ് ആദ്യം നിർത്താനും മതി. I will be writing a novel. Yes, I will be writing a novel tomorrow. നാളെ ഞാനൊരു നോവൽ എഴുതുകയും. കറക്റ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ്. I will be purchasing some furnitures. Okay, I will be purchasing some furniture. Okay, correct. Okay. I will be going to Dubai. I will be going to Dubai. Okay, correct. Subject will അല്ലെങ്കിൽ shall be, verb plus ing. Okay, one more. Okay. She will be visiting my home tomorrow. Yes, she will be visiting my home tomorrow. Correct. അപ്പൊ ഏറ്റവും ആദ്യം പറഞ്ഞപ്പോൾ ടിൻഡോ പറഞ്ഞു ഐ വിൽ ബി റൈറ്റിംഗ് എ നോവൽ. എഴുത്തിന്റെ സ്കില്ലുള്ള ആളാണ് ടിൻഡോ? അങ്ങനെയല്ല, ചെറുതായിട്ടൊക്കെ ഉണ്ട്. എന്തൊക്കെ എഴുതാറ്? പോയംസിലോട്ടാണ് താല്പര്യം. വെരി ഗുഡ്, വെരി ഗുഡ്. കവിതകളാണ് അല്ലേ? യെസ്. അപ്പോ ഈ ഇരിക്കുന്ന ബാക്കി 12 പേർക്ക് അറിയാമോ നിങ്ങളുടെ കൂടെ ഒരു കവിയുള്ള കാര്യം? അങ്ങനെ വലിയ കവിയൊന്നും സമയം പോയി ചിലപ്പോ. യെസ്, ഓക്കെ ഓക്കെ. അക്ഷരങ്ങൾ സ്നേഹിക്കാം. ഓക്കെ. ടിൻഡോ എഴുതിയ എന്തെങ്കിലും കവിത മാഗസിനിലോ അല്ലെങ്കിൽ വേറെ സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്? കോളേജ് മാഗസിനൊക്കെ വന്നിട്ടുണ്ട്. കോളേജ് മാഗസിനിലൊക്കെ വന്നിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഏത് കോളേജിലാണ് ടിൻഡോ പഠിച്ചത്? കോളേജ് മാഗസിനിലൊക്കെ വന്നിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഏത് കോളേജിലാണ് ടിൻഡോ പഠിച്ചത്? കോളേജ് മാഗസിനിലൊക്കെ വന്നിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഏത് കോളേജിലാണ് ടിൻഡോ പഠിച്ചത്?
In which college? ഡിഗ്രി ഇവിടെ ആലക്കോട്, കണ്ണൂർ ആലക്കോട്. Yes. Okay. Very good. അപ്പോ ടിൻഡോന്റെ ഇഷ്ടപ്പെട്ട മലയാളത്തിലെ കവി ആരാണ്? Who is your favorite poet in Malayalam? ONV കുറുപ്പ്. ONV കുറുപ്പ്. Why did you like ONV കുറുപ്പ് most? എന്തുകൊണ്ടാണ് ONV കുറുപ്പ് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ള കാരണം? Will be one reason. അദ്ദേഹത്തിന്റെ വരികൾക്ക് എപ്പോഴും ഒരു സ്വീറ്റ്നെസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. Yes, you find the sweetness. Yes, okay. After ONV കുറുപ്പ്, whom you like most? ONV കുറുപ്പ് കഴിഞ്ഞാൽ പിന്നെ ആരെയാണ് ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ മാധവിക്കുട്ടിയുടെ ഒക്കെ റൈറ്റിംഗ്സ് ഇഷ്ടമാണ്. ഓക്കെ, വെരി ഗുഡ്. Yeah. യെസ്, വെരി ഗുഡ്. യെസ്, അപ്പൊ ഞാൻ പറയുന്നു ONV കുറുപ്പ് എഴുതിയിട്ടുള്ള വരികളിൽ അല്ലെങ്കിൽ സിനിമാ പാട്ടുകളിൽ മനസ്സിന് ഇഷ്ടം തോന്നിയ പാട്ട് ഏതാണ്? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സോങ് ഇൻ മലയാളം ബൈ ONV? യെസ്, പറഞ്ഞോളൂ. ഇഷ്ടം തോന്നിയ വരി. ഓക്കെ, എനിക്ക് ഇഷ്ടം തോന്നിയത് ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ കൊണ്ട് നടക്കുന്നത് നമ്മുടെ വടക്കൻ വീരഗാഥയുടെ പാട്ടുകളാണ്. യെസ്, അതിന്റെ വരികളും അതിന്റെ ഭംഗിയും എനിക്ക് ഇഷ്ടമാണ്. ദാറ്റ് ഈസ് ബൈ ONV കുറുപ്പ്. യെസ്, ഓക്കെ ടിൻഡോ, വെരി ഗുഡ്. യെസ്, ഓക്കെ. സുഹൈബ സിനി. Suhaiba. Yes, she will come. Anu Shanti. Sir, Okay, how are you, Anu? I'm fine, sir. Okay, very good. What is the weather like there? Sir, What is the weather? WEATHER weather. raining. Rainy. Yes, okay. So, let me ask you another question. Which is your favorite season? Winter. Winter is your favorite season. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു എന്താ പറയാ, ഒരു കവി ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. കാരണം കവികളാണ് സാധാരണ വിന്റർ സ്നേഹിക്കുന്നത്. Thank you, sir. Hello, sir. അപ്പോ കവിതയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാറുണ്ടോന്നാണ് ഞാൻ ചോദിച്ചതാണ്. School time. സ്കൂൾ ടൈമിൽ യെസ്, വെരി ഗുഡ്. അപ്പൊ നോക്കിയ ടിൻഡോന് പറ്റിയ ഒരാൾ പറഞ്ഞില്ല. യെസ്, എന്താണ് എഴുതിയത്? പദ്യമാണോ ഗദ്യമാണോ? പത്യം. അങ്ങനെ ചോദിച്ചാൽ പത്യങ്ങൾ ചെറുതായിട്ട്. അവിടെ ഭയങ്കര ഒച്ചയിലുള്ള. യെസ്, ഓക്കെ. പറയാനായിട്ടുള്ള വ്യക്തികൾ എവിടെയൊക്കെയോ പിടിച്ച് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ മാറ്റിയിരുന്നുണ്ട്. ഓക്കെ, ഐ വിൽ കം ടു യു. യെസ്, അപ്പൊ നമുക്ക് പറയാം. ഓക്കെ അനു, ഐ വിൽ കം ടു യു. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, ബി, പിന്നെ വെർബ്, അതിന്റെ കൂടെ ഏജ്. അതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. I will be writing a poem tomorrow. I will be writing a novel next month. I will be waiting for you there. No, he will be asking me questions. She will be asking me questions. The seller will be selling his items. Apa shall we? Yes, sir. Will you write a വാചകങ്ങളൊന്ന് പറഞ്ഞു? വില്ല് വെച്ചല്ലേ? I will be work. I will be working hospital next. I will be working. അതുകൊണ്ട് ing വേണം, മറക്കരുത്. I will be working. Okay. I will be working hospital next year. I will be working in a hospital next year. Correct. We will be doing homework tomorrow. Yes, we will be doing homework tomorrow. Correct.
I I will be coming to your home next day. ഈ വാക്കില്ലാത്ത ഇട്ടുപോയി. ഇവിടെ കൊണ്ട് edit ചെയ്തേ. Hello, Will sir. be very correct ആണ്. I will be very correct ആണ്. I will be coming ആ your ശരി. house next day. നേരത്തെ പറഞ്ഞപ്പോ ഐ വിൽ ബി കമ്മിങ് എന്നല്ല പറഞ്ഞത്, ഐ വിൽ ബി കം എന്ന് പറഞ്ഞു. കമ്മിങ്. ഓക്കെ, കറക്റ്റ് ആണ്. We will be working. We We will will be working. Okay. we will be working homework. We will be working homework എന്ന് പറയുന്നത് doing homework. Okay, അലീഷ, very good, very good, very good. Yes. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ടെൻസിന്റെ അർത്ഥം ആയിരിക്കും എന്നാണ്. ഇതിൽ ഉപയോഗിക്കുന്ന വേർഡ് വിൽ ബി ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ തന്നെ നെഗറ്റീവ് വശം ഉണ്ടാക്കാം. അപ്പൊ അതിന്റെ അർത്ഥം വരും ആയിരിക്കില്ല. ആയിരിക്കില്ല. ആ ആയിരിക്കില്ല എന്നുള്ളതിന് ഒരു നോട്ട് ചേർത്താൽ മതി. എന്ത് ചേർത്താൽ മതി? ഒരു നോട്ട്. ആ നോട്ട് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ആ വില്ലിന്റെയും ബിയുടെയും നടുക്ക്. ഓക്കെ, അതിനുപോലെ ആ വില്ലിന്റെയും ബിയുടെയും നടുക്ക് ചേർക്കുക. എസ്. അപ്പൊ വിൽ നോട്ട് ബി, വിൽ നോട്ട് ബി, വിൽ നോട്ട് ബി. അപ്പൊ നമുക്ക് വിൽ നോട്ട് ബി എന്ന് പറഞ്ഞാലും വോൺ ബി എന്ന് പറഞ്ഞാലും സെയിം ആണ്. യെസ്. അപ്പൊ നമുക്കൊന്നുകൂടെ പറയാം, I will not be using laptop tomorrow. ഞാൻ നാളെ ലാപ്ടോപ്പ് ഉപയോഗിക്കാതിരിക്കില്ല. I will not be cooking tomorrow. അല്ലെങ്കിൽ I shall not be waiting for you. They will not be drawing picture. She will not be traveling to Mumbai. The servant will not be cleaning the room. Will be. ആ വില്ലിന്റെയും ബിയുടെയും നടുക്ക് ഒരു നോട്ട് ചേർക്കുക. നോട്ട് ചേർക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു? നെഗറ്റീവ് വാചകമായിട്ട് മാറും. നെഗറ്റീവ് വാചകമാണ്. വിൽ നോട്ട് ബി, ആയിരിക്കില്ല. ഓക്കെ, ഇവിടെ കിട്ടിക്കാണുണ്ടല്ലോ ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ നെഗറ്റീവ് വാചകങ്ങൾ. രമ്യ പൊന്നു, രമ്യ. Yes, Deeva. Sir, Okay, I will not be വരുന്ന ഒന്നിന്റെ വാചകങ്ങൾ എന്ന് പറഞ്ഞു നോക്കി. sir, I will not be going to market. Tomorrow. Yes, okay, correct. They will not be visiting temple. They will not be visiting temple. Okay. We will not be going to trip. We will not be going for a trip. I will not be going to school. I will not be Going to school. going to school tomorrow. Very good, very good. I will not be going to school tomorrow. Yes. That's also. Very good. Okay. നേരത്തെ വിളിച്ചിട്ട് വരാത്ത ആളാണ് അനുമോള്. Are you ready? Okay, അനുമോള് will not be വരുന്ന ഒന്നിന്റെ വാചകങ്ങൾ പറഞ്ഞേ. I will not be working tomorrow. I will not be working tomorrow. Correct ആണ്. I will not be attending the function tomorrow. I will not be attending the marriage function tomorrow. Yes. She will not be cooking properly. She will not be cooking properly. Correct.
will not be joining us for the party tomorrow. He will not be joining. Correct ആണ്. That's not it. Okay, that's enough. Very good, very good, very good. Okay. Yes. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ചും നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇത് ഉൾപ്പെടെ ഇപ്പൊ നമ്മൾ 6 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ 4 ടെൻസിന്റെ പേര് വെറുതെ ഒന്ന് പറയാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. 6 ടെൻസ്. ഞാൻ ഒരു വാക്ക് മാത്രം എടുത്തിട്ട് എല്ലാ 6 ടെൻസിന്റെ അർത്ഥത്തിലൂടെ പോവുക എന്നുള്ള വാക്ക് എടുക്കരുത്. സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ പോകാറുണ്ട്, സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ പോയി, സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ പോകും, പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പോവുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പോവുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആകുമ്പോൾ പോവുകയായിരിക്കും. ഈ 6 ടെൻസിലും ഒറ്റ വൈദ്യുതി വരുമ്പോൾ വ്യത്യാസം അതാണ്. ഇനി ഈ 6 ടെൻസിലൂടെയും നമുക്ക് നെഗറ്റീവ് വാചകങ്ങളിലൂടെ കണ്ടുപോകാം. ഐ ആം നോട്ട് ഗോയിങ്, ഞാൻ പോവുകയാകുന്നില്ല. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റിന്റെ ഐ ഡിഡ് നോട്ട് ഗോ, ഞാൻ പോയിട്ടില്ല. ഇനി അടുത്തത് ഐ വിൽ നോട്ട് ഗോ, ഞാൻ പോകില്ല. അടുത്തത് ഐ ആം നോട്ട് ഗോയിങ്, ഞാൻ പോവുകയാകുന്നില്ല. ഐ വാസ് നോട്ട് ഗോയിങ്, ഞാൻ പോവുകയായിരുന്നില്ല. കണ്ടോ? കറക്റ്റ്. പിന്നെ നമുക്ക് ഇപ്പൊ പറഞ്ഞത് ഐ വിൽ നോട്ട് ബി ഗോയിങ്, ഞാൻ പോവുകയായിരിക്കില്ല. അപ്പോൾ ഒറ്റ വഴി എടുത്തിട്ട് അതിൻ്റെ അകത്ത് വരുന്ന ചേഞ്ചസ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഏത് വാക്കാണോ ഏത് അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ വാക്ക് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, പിടികെട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഉണ്ട് ഒരു 3 എണ്ണം കൂടി ഉണ്ട് ടെൻസ്. 3 അല്ല, ഇനി ശരിക്കും 6 എണ്ണം കൂടി ഉണ്ട്. എന്നാലും 3 എണ്ണം നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കണം. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇന്ന് നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് മതി. പിന്നെ അത് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെയും അതിനോടൊപ്പം തന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിനെയുമാണ് നമ്മളിന്ന് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഞാൻ നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഉത്തരത്തിന്റെ ആദ്യത്തെ അക്ഷരം ഇ എന്നായിരിക്കണം. എലിഫന്റ്, ഇ. രണ്ടാമത്തെ അക്ഷരം എം എന്നായിരിക്കണം. മേഴ്സി, എം. മേഴ്സി, ഇ എം. എമ്മിൽ തുടങ്ങുന്ന വാക്കുകളെ കൊണ്ടുള്ള അർത്ഥമാണ് നിങ്ങൾ പറയുന്നത്. യെസ്, ദിസ് ഈസ് ഫോർ യുവർ വൊക്കാബുലറി ആപ്റ്റിറ്റ്യൂഡ്. ചോദ്യം ഇതാണ്: എ മാൻ ഹൂ റൂൾസ് ആൻ എംപയർ. A man who rules an empire. A man who, Lakshmi, correct it? Okay, it's a correct answer. The man who rules empire is called emperor. Emperor എന്ന് പറയുന്ന വീട് പുതിയൊരു വീടാണ്. അതിന്റെ അർത്ഥം എന്താണ്? ചക്രവർത്തി. ഓക്കെ, അടുത്തത് ഞാൻ പറയുന്ന ഒരു മീനിങ് ആണ്, ഇംഗ്ലീഷ് മീനിങ് ആണ്. അതിന്റെ 1 വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. എ ബോക്സ് വിത്ത് നത്തിങ് ഇൻസൈഡ്. A box with nothing inside. Anumol, Shabina, Lakshmi. Anumol, Shabina
and Lakshmi. Okay. Correct answer. Correct answer. അകത്തൊന്നുമില്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് ഓക്കെ ശാന്തി എം ടി എം ടി. യെസ്. അടുത്ത സിറ്റുവേഷൻ അത് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്ന മീനിങ് നിങ്ങളെ വൺ വേർഡ് പറയാം. സംതിങ് സീരിയസ് and to act immediately. Okay, Lakshmi, Anushanti, Shabina. Lakshmi, Anushanti. Anushanti, Shabina. Okay, correct ആണ്. എമർജൻസി അതിനാണ് നമ്മൾ ഇത് പറയുന്നത് എമർജൻസി. ആ സിറ്റുവേഷൻ പറയുന്ന പേര് എമർജൻസി. യെസ്. ചോദ്യം ഇതാണ്. ടു അക്സെപ്റ്റ് ACCEPT ടു അക്സെപ്റ്റ് ഓർ അഡോപ്റ്റ് ADOPT അഡോപ്റ്റ് എ കോസ് CAUSE a cause or belief BELIEF. I will repeat the question. To accept or adopt a cause or belief. To accept or adopt a cause or belief. Anumol, it's the correct answer. Anumol, you are intelligent. Yes, embrace, 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 it's the correct answer. Yes. Another. A symbol, SYMBOL, a symbol that represents something. A symbol that represents something. Okay, Lakshmi, Anumol, and Diva. Yes, okay. Correct answer. Okay. I know. That answer is called emblem. ഞാനത് നിങ്ങൾ ആരുടെ ഉത്തരം വന്നില്ല എങ്കിൽ സീലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വരുന്നൊരു വേർഡാണ് എന്ന് പറയാൻ വേണ്ടി നോക്കിയതിന് മുമ്പ് കറക്റ്റ് ആൻസർ വന്നു. യെസ്. അടുത്തത്. എ ലാർജ് ഓസ്ട്രേലിയൻ ബേർഡ്. എ ലാർജ് ഓസ്ട്രേലിയൻ ബേർഡ് സിമിലർ ടു ആറായിട്ടില്ല. Ashwari is the correct answer. Similar to ostrich. Ashwari, Suhaiba, Anu. Ashwari, Suhaiba, and Anu. Anu model. Yes. Anu അല്ല, അനു ശാന്തിയാണ് അല്ലേ? അനു ശാന്തി. ഓക്കെ, കറക്റ്റ് ആണ്. ദ ആൻസർ ഈസ് യമു. യെസ്, നമ്മുടെ ഒട്ടകപ്പക്ഷി പോലെ തോന്നുന്ന ഓസ്ട്രേലിയൻ ബേർഡാണ് യമു. അടുത്തത്. ദ ടൈറ്റിൽ of a Muslim ruler. The title of a Muslim ruler.
the title of a Muslim ruler. ഈയിൽ ആരംഭിക്കുന്ന രണ്ടാമത്തെ ക്ഷയം വരുന്ന വേർഡാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഓക്കെ ലക്ഷ്മി കറക്റ്റ് ആൻസർ. എമീർ, ലക്ഷ്മി, അനുമോൾ ആൻഡ് അനഷാദി. ഇതിപ്പോ നമ്മള് അമീർ എന്ന് മലയാളത്തിൽ പറയും. അമീർ ഖുസ്രോ എന്നൊക്കെ പറയില്ലേ? യെസ്. എമിറേറ്റസ് എന്നൊക്കെ പറയും. യെസ്. അടുത്തത്, എ വുമൺ who rules an empire. A woman who rules an empire. EMPIRE. Okay, Ashwati, it's a correct answer. Ashwati, Lashmi, Anumol. Ashwati, Lashmi, and Anumol. It's a correct answer. Answer is Empress. Empress. Empress la repeat. Yes. அடுத்தது, a green stone. A green stone. A green stone. ഇല്ല. ലക്ഷ്മി, അനുമോൾ, അശ്വതി. ലക്ഷ്മി, അനുമോൾ, അശ്വതി. കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് എംറാൾഡ്. EMRALD. എംറാൾഡ്. അടുത്തത്, ഒരു മീനിങ് ആണ് ഞാൻ പറയുന്നത്. ഇംഗ്ലീഷ് മീനിങ് ആണ്. നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറയും. ടു പേ, PAY, പേ. ടു പേ someone to work for you. To pay someone to work for you. ഓക്കെ അശ്വതി, കറക്റ്റ് ആൻസർ ആണ്. സ്പെല്ലിംഗിൽ ചെറിയ വ്യത്യാസമുണ്ട്. അശ്വതി, ഷാബിന, അനുമോൾ. അശ്വതി, ഷാബിന ആൻഡ് അനുമോൾ. യെസ്. ഓക്കെ. അയാൾ പറയുന്ന പേര് എംപ്ലോയി എന്നാണ്. EMPLOYEE. എംപ്ലോയി, പണിയെടുക്കുന്ന ആളാണ്. എംപ്ലോയി എന്നല്ല, ജോലി ചെയ്യുന്നുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്നൊക്കെ പറയില്ലേ? എംപ്ലോയി. ടു പേ സമ്മൺ, ആർക്കെങ്കിലും പൈസ കൊടുക്കുക. ടു വർക്ക് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി ആർക്കെങ്കിലും പൈസ കൊടുക്കുന്നതിന് ആ ആളെ പറയുന്ന പേരാണ് എംപ്ലോയി. യെസ്. അടുത്തത്, ടു എക്സ്പ്രസ് principles or ideas in a visible form. To express principles or ideas in a visible form. To express principles or ideas in a visible form. അതല്ല, വേറൊരു വാക്കുണ്ട്. ഈ എം വെച്ചിട്ട്. പറയൂ. ലക്ഷ്മി, അനുമോൾ, പറയൂ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? To express principles, PRINCIPLES, principles or ideas
in a visible, visible, visible form, FOR, form. EM, അടുത്ത പേര് കൂടി ഞാൻ പറയാം, ബി, ബോയിന്നുള്ളതിന്റെ ബി. ഓ, എംബ്ലോ അല്ലേ, എംബ്ലോ നേരത്തെ വന്നതല്ലേ. എമ്പതി അല്ല, എംബ്രേസ് അല്ലല്ലോ. ഓക്കെ, അത് വിട്ടേക്കാം. അപ്പൊ അതിന്റെ ആൻസർ എനിക്കിരിക്കട്ടെ, എംബോഡി, EMBODY, എംബോഡി. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തലോട്ട് കിടക്കുകയാണ്. അടുത്തലായിട്ട് കിടക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. ഇനി നിങ്ങൾ പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഫസ്റ്റ് ലെറ്റർ ടി ആയിരിക്കണം. ടി, ട്രീ എന്നുള്ളതിന്റെ ടി. രണ്ടാമത്തെ ലെറ്റർ ആർ ആണ്, TR. ആർ മീൻസ് റെഡ്, RED, റെഡ്. അപ്പൊ ടിയിലും ആറിലും തുടങ്ങുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ പറയാം. അപ്പൊ ഇവിടെ ഞാൻ വെറുതെ വേണമെങ്കിൽ ഇതുപോലെയുള്ള പോയിന്റ് ഒന്നും പറയാട്ടോ. ദീപ 1 പോയിന്റ് ഉണ്ട്, സാബിന 3 പോയിന്റ് ഉണ്ട്, അനുമോൾ 8 പോയിന്റ് ഉണ്ട്, ലക്ഷ്മി 7 പോയിന്റ് ഉണ്ട്, അശ്വതി 5 പോയിന്റ് ഉണ്ട്, സുഹൈബ 1 പോയിന്റ് ഉണ്ട്, അനു ശാന്തി 2 പോയിന്റ് ഉണ്ട്. യെസ്, പോയിന്റ് ഒന്നും നോക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. യെസ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലെറ്റർ ഇസ് ടി, സെക്കൻഡ് ലെറ്റർ ഇസ് ആർ, TR. അപ്പൊ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് is called a dash. Exchange of goods. Tindo, Rashmi, yes. ഞാൻ ഉദ്ദേശിച്ച സംഗതി അല്ല. എന്നാലും ഞാൻ ടിൻഡോന് ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട്. അനുശാന്തി, ടിൻഡോ, ലക്ഷ്മി ആൻഡ് അനുശാന്തി ഒരേ മാർക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ട്രേഡാണ്, കച്ചവടം. കേട്ടോ, നോക്കി, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. ഗുഡ്സ് കൊടുക്കുന്നതിന് നമ്മൾ എന്താ പറയാ, വേറെ ഗുഡ്സ് പൈസ വാങ്ങുന്നതിന് ട്രേഡ്, കച്ചവടം. ഓക്കെ ഓക്കെ. അടുത്തത് പാരലൽ ലൈൻസ്. പാരലൽ lines on which a train runs. Parallel lines on which Tindo, Anumol, Rashmi. Tindo, Anumol and Lakshmi. Correct answer. That is called track. I am calling the parent track on that. Track is the correct answer. Yes. അടുത്തത് another word for windpipe. Another word for windpipe. WINDPIPE. Another word for windpipe. Sringar. Oh, Tindu is a correct answer. I appreciate you. Very good, very good, very good. Yes. Yes, okay, okay. TRSCHE, Raki. Very good. Next question. That is very simple word. A terrible. TERRIBLE. A terrible
that causes CAUSES, that causes sadness, SADNESS. Yes. ടിൻഡു അനുമോളോടെ നിൽക്കട്ടെ, വേറൊരു വാക്കുകൾ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ, അത് ഓരോ നോക്കട്ടെ, ഇല്ലെങ്കിൽ ഇത് തരാം. ട്രബിളല്ല, വേറൊരു പേര്. ഓക്കെ, അപ്പൊ ടിൻഡുവിനും അനുമോളിലും ഓരോ പോയിന്റ് ഇട്ടിട്ടുണ്ട്. യെസ്, കറക്റ്റ് ആൻസർ ഈസ് ടിൻഡു. യെസ്, അപ്പൊ ടിൻഡു കറക്റ്റ് ആൻസർ പറഞ്ഞുകൊണ്ട് ടിൻഡുവിന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ട്രാജഡിയാണ്, ട്രാജഡി. ഓക്കെ, എ ടെറിബിൾ, ഭയാനകരമായ സംഭവം, ദാറ്റ് കോസസ് സാഡ്നസ്, ദുഃഖം തരുന്ന ആ ഭയാനകരമായ സംഭവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാജഡി എന്ന് പറയുന്നത്. യെസ്, അടുത്ത വാചകം ഒരു ഇംഗ്ലീഷ് മീനിങ് ആണ് ഞാൻ പറയുന്നത്. ഇതിന്റെ വൺ വേർഡ് നിങ്ങൾ പറയാം. വാക്കിംഗ് വിത്ത് ഹെവി സ്റ്റെപ്സ്. Walking with heavy steps. Crushing, CRUSHING. Crushing everything on ground. Crushing everything on ground. Trekking അല്ല, വേറെ വീടുണ്ട്. ട്രക്കിംഗ് അല്ല. സാർ ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? ഓക്കെ. വാക്കിംഗ് വിത്ത് ഹെവി സ്റ്റെപ്സ്. Crushing, CRUSHING, crushing everything on ground. ആനയൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ആ വഴിയെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. ട്രാക്കിംഗ് അല്ല, വേറെ വീടുണ്ട്. അല്ല ശ്രുതി, ട്രാക്ടർ അല്ല. ഓക്കെ ഷാബിന, ട്രാഫിക് അല്ല. അനുശാന്തി, ട്രെഡ്ജിങ് അല്ല. അനു അല്ല, ടിൻഡോ അരികത്തൂടെ ഒക്കെ പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയാം. ആ വേർഡ് ഇസ് ട്രാമ്പ് എന്നാണ്, TRAMP, ട്രാമ്പ്, അല്ലെങ്കിൽ ട്രാമ്പിൾ, TRAMPLE, ട്രാമ്പിൾ. യെസ്. അടുത്തത്, എ ടെമ്പററി മെന്റൽ കണ്ടീഷൻ. A temporary mental condition in which someone is not in the control of themselves. A temporary mental condition. Okay, Rashmi, Anushanti, Indo. Okay. Yes. TRANCE, trance.
Physics explanation. An object which allows light to pass through it completely. Let's be okay. Tindo okay? Suhaiba okay. Okay. Correct. We get transparent and answer. Chodim idairunnu. An object which allows to pass through it completely. Transparent. And a place, PLACE, a place where the king stores, STORES, stores his wealth. A place where the king stored his wealth. Tindo, ചെറിയ വ്യത്യാസമുണ്ട്, എന്നാലും ഞാൻ പരിഗണിക്കാം. യെസ്, അതിന്റെ ആൻസർ ടിൻഡോ മാത്രം പറഞ്ഞത് ട്രഷറിയാണ് കറക്റ്റ്. ട്രഷറി. ഓക്കെ. ഈ വക സംഗതികൾ രാജാവ് ഖജനാവ് എന്ന് പറയും. ഖജനാവ്. ആ ഖജനാവ് എന്നുള്ളതിന്റെ വേറൊരു പേരാണ് ട്രഷറി. ട്രഷറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഖജാൻജി. നമ്മൾ കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോൾ പൈസയുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതാണ് ഖജാൻജി, ട്രഷറർ. യെസ്, അടുത്തത്. സിമ്പിൾ ആണ്. A three-legged, three-legged object that supports a camera or telescope. Three-legged object that support. Okay, Ashwini Tindo. Rashmi. Yes, correct answer. Tripod. Yes. அடுத்தது mathematician. A geometrical shape. Rashmi, Anumol, Ashwini. Rashmi, Anumol, and Ashwini. Correct answer is triangle. Okay. Last ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. Something on wheels, WHEELS, something on wheels which is used to move things. പ്രോസസ് ആയിപ്പോയി. ആ സംഗതിയെ പറയുന്നൊരു പേരുണ്ട്. ഞാൻ പറയാം, സംതിങ്. അത് എന്തോ ആണ്. ഓൺ വീൽസ്, ചക്രങ്ങളുള്ളതാണ്. വിച്ച് ഈസ് യൂസ്ഡ് ടു മൂവ്. ഓക്കെ, അശ്വതി കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ. ദ ആൻസർ ഈസ് ട്രോളിംഗ്. ഞാൻ ആരും പറഞ്ഞില്ല എങ്കിൽ മാർജിൻ ഫ്രീ ഷോപ്പിൽ ഉണ്ടാവും ഇത് പറയാമെന്ന് വിചാരിച്ചാൽ അപ്പോഴത് നിങ്ങൾ കയറി പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പോ ഞാൻ നിങ്ങളുടെ പോയിന്റ് നിലവാരം ഒന്ന് പറയാം. അശ്വതി 1. അനു ശാന്തിയാണോ പറഞ്ഞത്? യെസ്. ഓക്കെ. അനുമോളോ ശാന്തിയോ? അനുമോൾ. ഓക്കെ, പരിഗണിച്ചിട്ടുണ്ട് കേട്ടോ. ദീപ, you got 1 point. Yes.
Sabina, you got 3 points. Suhaiba, you got 2 points. Anushanti, you got 4 points. Yes. Tindo, you got 8 points. You got 8 points. Ashwati, you got 8 points. Ashwatikum 8 points. You got 8 points. Near the Anumol. Anumol 11 points. Anumol 11 points. Yes, Lakshmi, Lakshmiki, ഏറ്റവും കൂടുതൽ 13 പോയിന്റ്. അപ്പൊ വെരി ഗുഡ്. യെസ്. അപ്പൊ ഇത് നമ്മൾ പഠിച്ച 2 ടെൻസിനെ കുറിച്ച് പഠിച്ചു. പിന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ബാക്കി ഉള്ള ടെൻസിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ ബൈ. Thank you, sir. Thank you, sir. Okay, Thank you, sir. Thank you, sir. Okay, welcome.